ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഇറച്ചി കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇപ്പോൾ ദാ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 4 ചെറിയ സവാളയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ദാ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകൊക്കെ മാറിയപ്പോൾ ഞാനതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അത് വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സായി കിട്ടണം. ആ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നല്ല ഡ്രൈ ആയിരിക്കണം. അപ്പോൾ നല്ല കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ദാ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നല്ല വലിയ മുട്ടയാണെങ്കിൽ 3 മതിയാകും. ഇതിപ്പോൾ ചെറിയ മുട്ട ആയതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഏറിപ്പോകരുത്, മസാലയിലൊക്കെ ഉപ്പ് ചേർത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ മുട്ട ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് അടിഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഈ ചിക്കൻ്റെ മിക്സിലേക്ക് ഈ മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഇറച്ചി കേക്ക് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു കുഴിയുള്ള പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നെയ്യ് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച ആ കൂട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഒരു കേടുവന്ന ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഈ കേക്കിൻ്റെ അടിഭാഗം കരിയാതിരിക്കാൻ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി കൊടുക്കണം. എന്നിട്ട് കുറച്ചൊന്ന് ആവുന്ന സമയത്ത് ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ പാനിൽ തന്നെ തിരിച്ചിടാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ദാ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ കുലുക്കി കൊടുത്താൽ ഇതിൻ്റെ അടിഭാഗം വിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ അരികുവശമൊക്കെ ഇതുപോലെ ഒന്ന് വിടുവിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഭാഗവും കൂടെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി. ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ അതിൻ്റെ ആ ഭാഗം കൂടെ ചെറുതായിട്ടൊന്ന് കളറ് മാറാനും വേണ്ടിയിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, മുകൾ വശമൊന്നും കരിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അടിഭാഗത്തും കരിഞ്ഞിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ഒരു പച്ച കളറാണ് ഇതിന് ഉണ്ടാവുക. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് കഴിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം.
ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.